നമുക്കൊപ്പം ഇക്ബാൽ അറക്കലുമുണ്ട്. ഇതിൽ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? പരാതികൾ വന്നിരിക്കുന്നു, പ്രത്യേകിച്ചും CPIM-ന്റെ ഭാഗത്ത് നിന്ന് പരാതിയായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. സമാനമായ രീതിയിൽ ഓരോ ബൂത്തുകളിലും വോട്ട് ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ കൂടുതലായി മലമ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള അതടക്കം വോട്ടുകൾ കൊണ്ട് ചേർക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഇക്ബാൽ അറക്കലിലേക്ക് ഞാൻ പോവുകയാണ്. ഇക്ബാൽ അറക്കൽ, എങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ തിരിമറി കാട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ കൂടുതലായ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ മണ്ഡലം തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ്, അതിരിടുന്ന മണ്ഡലമാണ്. അവിടുത്തെ കൊടുമ്പ് പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും ഒരു കനാലിന്റെ അല്ലെങ്കിൽ ഒരു വരമ്പിന്റെ ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ ഈ രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നതല്ലേ നമ്മുടെ അന്വേഷണത്തിൽ, റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണക്കുകളുടെ ഒപ്പം വോട്ടർ പട്ടികയിലെ വിവരങ്ങളുടെ ആ വോട്ടർമാരുടെ വീടുകളിൽ എത്തിയുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് ബോധ്യമായത്? ഇക്ബാൽ അറക്കൽ. സുജിയ, തീർച്ചയായും. കാരണം അബദ്ധത്തിൽ ഈ വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് വന്നതാണെന്ന് ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല. കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ബോർഡർ ഏരിയകളിലാണ്. പ്രത്യേകിച്ചും കണ്ണാടി, പിരായിരി, മാത്തൂർ മേഖലയിലാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നിരിക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തിൽ നിന്നാണ്. കൊടുമ്പ് പഞ്ചായത്തുള്ളത് മലമ്പുഴ മണ്ഡലത്തിലാണ്. കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിലുള്ളതാണ്. ഈ കൊടുമ്പിൽ നിന്ന് ധാരാളം വോട്ടുകളാണ് ഇത്തരത്തിൽ അനർഹമായി കണ്ണാടിയിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരുന്നു. CPM-ഉം BJP-യും എല്ലാം തുടക്കം മുതൽ തന്നെ, ഈ റിപ്പോർട്ടർ വാർത്ത പുറത്തുവിടുന്നതിന് തുടക്കം മുതൽ തന്നെ അവരെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. നമ്മൾ നടത്തിയ കൃത്യമായ അന്വേഷണത്തിൽ ഇത് ബോധ്യമാവുകയും ചെയ്തതാണ്. അതായത് കൊടുമ്പ് പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി പാലക്കാട് മണ്ഡലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവർക്ക് പാലക്കാട് മണ്ഡലത്തിൽ വീടോ വീട്ടു നമ്പറോ പോലുമില്ല. ഇവരെയെല്ലാം വീട്ടു നമ്പർ പോലും ഇല്ലാതെയാണ് ഇത്തരത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ട് ചേർത്തിയിട്ടുള്ളത്. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായത്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം നടത്തണമെന്ന് ഇലക്ഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നീട് അദ്ദേഹമാണ് റവന്യൂ തഹസിൽദാർക്കും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എവിടെയാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായത് എന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക പട്ടിക തയ്യാറാക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറായത്. AST പട്ടിക, അതായത് ആബ്സെന്റ് ഷിഫ്റ്റ് ഡെത്ത്. ഇതിൽ ഷിഫ്റ്റ് എന്ന് പറയുന്നതാണ് വളരെ ഗൗരവത്തോടു കൂടി ഉദ്യോഗസ്ഥർ കണ്ടത്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും ധാരാളമായി വോട്ടുകൾ കണ്ണാടിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന സംഭവിച്ച സമയവും പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഷിഫ്റ്റാണോ അതടക്കം നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കൊടുമ്പ് പഞ്ചായത്തിൽ ഇരുന്ന ആളുകൾ അവിടെ നിന്ന് തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നു. അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2021 മലമ്പുഴയിൽ വോട്ട് ചെയ്തവർ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് എത്തുന്നത് തികച്ചും യാദൃശ്ചികമല്ലല്ലോ.